അപ്പോൾ വൈകുന്നേരം ഞാൻ ആദൂന് എടുക്കാനുള്ള നേന്ത്രപ്പഴം റെഡിയാക്കി കേട്ടോ. ആദൂനെ കുറച്ച് മുമ്പ് അമ്മമ്മേൻ്റെ അടുത്ത് കൊണ്ടാക്കിനി. ചെറിയ മഴ ചാറുന്നുണ്ട്. അപ്പോൾ മഴ കൂടുന്നതിന് മുമ്പ് ആദൂനെ കൂട്ടാൻ പോവുകയാണേ. ഇതാണ് കേട്ടോ എൻ്റെ തറവാട്. നമ്മളെ കുട്ടിക്കാലം ഓർക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ സ്ഥലമല്ലേ നമ്മൾ തറവാട്. ഇതൊക്കെ ഇങ്ങനെ തന്നെ കുറേ കാലം കിടക്കുമ്പോൾ നല്ല രസമല്ലേ. രണ്ടാളും നല്ല കളിയിലാണ് കേട്ടോ. നല്ല ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട് പുറത്തേക്ക്. അതിൻ്റെ കൂടത്തെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറേ കാര്യങ്ങൾ കാണാനും എടുത്ത് ഇറക്കാൻ കുറേ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഇതാ രണ്ടാളും കളിക്കുന്നത്. അതും എന്നെ കണ്ടിട്ടാ. എന്നെ കണ്ടു കഴിഞ്ഞുകൊണ്ടാണ് ആൾക്ക് മുഖത്തൊരു വാട്ടം. പേപ്പറും കുപ്പിയൊക്കെ എടുത്ത് കുറേ നേരം കളിക്കുന്നു. പിന്നെ ഞാനവിടെ കുത്തിയിരുന്ന ഒരു തോണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാ. പക്ഷെ ആൾക്ക് വലിയ പിടുത്തൊന്നും ആയില്ല. കാരണം ഞാൻ എടുത്ത് കൊണ്ടുപോകണം. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് ഇതാ പോവുകയാണ്. എന്താ ഇപ്പോൾ സംഭവം എന്ന് അതും ഇങ്ങനെ തുറച്ച് നോക്കണുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ അവനെ കുടയൊക്കെ ചൂടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ തിരിച്ച് വീട്ടിലെത്തി ആദൂന് ആ നേന്ത്രപ്പഴം കൊടുക്കുകയാണ്. ആദൂന് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. 2 ദിവസമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കിടക്കുമ്പോൾ ആദൂൻ്റെ അച്ഛൻ വിളിക്കണം കേട്ടോ. അച്ഛനും അച്ഛമ്മയ്ക്കും ആദൂന് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച ഞങ്ങളിവിടെ നിൽക്കണം. ഈ ചിരി അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇല്ല കേട്ടോ. അവൻ്റെ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. കുറച്ച് ഞാൻ പണ്ട് അമ്മ അത് ആദൂൻ്റെ അടുത്ത് കൊലയെ കൊണ്ട് കൊത്തിരിക്കുന്നുണ്ട്. കാരണം മഴ നന്നായി കൂടിയുണ്ട്. ആദൂനെ മഴ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയുള്ളൂ, ഞാൻ പോയി ചായ കുടിക്കട്ടെ. ബൈ ബൈ.